ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. അതിൽ 8 എണ്ണമാണുള്ളത്. നമുക്ക് ഇന്ന് 4 എണ്ണം പഠിക്കാം. ഓക്കെ, വെർബ്, നൗൺ, അഡ്ജക്റ്റീവ്, ആഡ്വർബ്. വെർബ് ക്രിയ, നൗൺ നാമം, അഡ്ജക്റ്റീവ് നാമവിശേഷണം, ആഡ്വർബ് ക്രിയാവിശേഷണം. അങ്ങനെ 4 എണ്ണം. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കിന് തന്നെ ഈ 4 ഫോംസ് ഉള്ളതുണ്ട്. അപ്പൊ അത്രയും വാക്കുകൾ നമുക്കൊന്ന് പഠിക്കാം. അങ്ങനത്തെ വാക്കുകൾ. ഓക്കെ, ഒന്നാമത്തെ വേർഡ് ആക്ട്. അത് വെർബാണ്. എങ്കിൽ അതിന്റെ തന്നെ നൗൺ ഉണ്ട്, ആക്ഷൻ. രണ്ടാമത്തത് ആക്ഷൻ. ആക്റ്റീവ്, അഡ്ജക്റ്റീവ് നാമവിശേഷണം, ആൻഡ് ആക്റ്റീവ്ലി ക്രിയാവിശേഷണം, ആഡ്വർബ്. ഓക്കെ, മറ്റൊരു വാക്ക് പഠിക്കാം. ബ്യൂട്ടിഫൈ. ബ്യൂട്ടിഫൈ വെർബ്, ബ്യൂട്ടി നൗൺ, ആൻഡ് ബ്യൂട്ടിഫുൾ അഡ്ജക്റ്റീവ്, ബ്യൂട്ടിഫുള്ളി ആഡ്വർബ്. ഓക്കെ, അത് ക്ലിയർ. അടുത്ത വാക്ക് കളക്ട്, അല്ലെ? ശേഖരിക്കുക. കളക്ട് വെർബ്, കളക്ഷൻ അതിന്റെ നൗൺ, കളക്റ്റീവ് അതിന്റെ അഡ്ജക്റ്റീവ്, കളക്റ്റീവ്ലി ആഡ്വർബ്. ഓക്കെ, അടുത്ത വാക്ക് ഡിഫർ. വെർബാണ്. ഡിഫറൻസ് എന്ന് പറയുന്നതാണ് അതിന്റെ നൗൺ, ഡിഫറന്റ് അഡ്ജക്റ്റീവ്, ഡിഫറന്റ്ലി ആഡ്വർബ്. ഓക്കെ, അതും ക്ലിയർ. അടുത്ത വാക്ക് എഡ്യൂക്കേറ്റ്. എഡ്യൂക്കേറ്റ് എന്ന് പറയുന്നത് വെർബാണ്, പഠിപ്പിക്കുക. അപ്പൊ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നൗണായി മാറുന്നു. എഡ്യൂക്കേറ്റഡ്, അല്ലെ? ഒരു വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി, എഡ്യൂക്കേറ്റഡ് മാൻ എന്നൊക്കെ പറയും. അപ്പൊ അത് അഡ്ജക്റ്റീവ്, ഒരാളെ വിശേഷിപ്പിക്കുന്നതാണല്ലോ അഡ്ജക്റ്റീവ്. ആൻഡ് എഡ്യൂക്കേഷണലി എന്ന് പറയുന്നത് ആഡ്വർബ്. നെക്സ്റ്റ് വാക്ക് പ്ലീസ്, അല്ലെ? ഒരാളെ സന്തോഷിപ്പിക്കുക, പ്ലീസ്. എങ്കിൽ സന്തോഷം, പ്ലഷർ നൗണായിട്ട് മാറുന്നു. എങ്കിൽ പ്ലസന്റ്, പ്രസന്നമായ, അത് നാമവിശേഷണം, അഡ്ജക്റ്റീവ് എന്ന് പറയാം. ആൻഡ് പ്ലസന്റ്ലി ക്രിയ വിശേഷണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.